പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കൊടുത്തില്ലെങ്കിലും ആഘോഷങ്ങൾക്ക് ഒരു കുറവും വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് കാസർഗോഡ് വരെയുള്ള ആശമാർക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്, തിരുവനന്തപുരത്തേക്ക് വരണം. അതങ്ങനെ ഓരോ PHSകളിൽ നിന്നും 2-3 പേരെ സെലക്ട് ചെയ്ത് അവർ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്നത്. ഈ ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പ്രഹസനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ട് മാത്രം മതിയായിരുന്നു ആശമാരുടെ വേതനം തരുന്നതിന്. നിശ്ചിത സമയത്ത് കിട്ടാത്ത കൂലി കൊണ്ട് ഏറ്റവും അധികം വിഷമിക്കുന്ന ആളുകളാണ് സ്ത്രീ തൊഴിലാളികൾ. അതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട്. ഗവൺമെൻറ്റിന് സാധാരണക്കാരോട് ഒരു മാനുഷിക പരിഗണനയില്ല എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ പരിപാടി. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കനകക്കുന്നിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിലാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആശാ സംഗമം. മുൻപ് സംസ്ഥാന സർക്കാർ ഒരു സംഗമം നടത്തിയിരുന്നു, ആഗോള അയ്യപ്പ സംഗമം. ഇതിനേക്കാൾ വലിയൊരു സംഗമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശാ വർക്കർമാർക്ക് ജനുവരി മാസത്തെ ശമ്പളം നൽകാത്ത സർക്കാരാണ് ഇത്തരത്തിൽ തലസ്ഥാനത്ത് ആശാ സംഗമം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയായിരുന്നു ഇത്. എന്നാൽ വീണ ജോർജിന് ആരോഗ്യസ്ഥിതിയെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുക്കാൻ ഈ ഒരു പരിപാടിയിൽ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PK ശ്രീമതിയാണ് നിലവിലിപ്പോൾ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ആശാവർക്കർമാർക്ക് തലസ്ഥാനത്തേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുവാൻ വേണ്ടിയുള്ള വണ്ടിക്കൂലി വരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ആശാ സംഗമം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. എന്തായാലും ശമ്പളം കൊടുക്കാതെ ഇത്തരത്തിലൊരു ആശാ സംഗമം നടത്താൻ കാണിച്ച സർക്കാരിൻ്റെ ഒരു മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. ആശമാരുടെ ജനുവരി മാസത്തെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഫെബ്രുവരി 26-ാം തീയതിയായി. പക്ഷേ പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കൊടുത്തില്ലെങ്കിലും ആഘോഷങ്ങൾക്ക് ഒരു കുറവും വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പും കൂടെ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഖജനാവിലെ പണം മുഴുവൻ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് സംസ്ഥാനതല ആശാ ഫെസ്റ്റ് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വെച്ച് നടത്തുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നാമമാത്രമായ ആളുകൾക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നത്. അത് സാധാരണഗതിയിൽ ജില്ലാതലങ്ങളിൽ ഫെസ്റ്റ് നടത്തി അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടാണ് സംസ്ഥാനതല ഫെസ്റ്റിലേക്ക് വരുന്നത്. ഇതങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് കാസർഗോഡ് വരെയുള്ള ആശമാർക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്, തിരുവനന്തപുരത്തേക്ക് വരണം. അതങ്ങനെ ഓരോ PHSകളിൽ നിന്നും 2-3 പേരെ സെലക്ട് ചെയ്ത് അവർ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്നത്. അപ്പോൾ ഇത്തരം വർക്കുകൾക്ക് PR വർക്കുകൾക്ക് പണമുണ്ട്, പക്ഷേ ജോലി ചെയ്തതിൻ്റെ കൂലി കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ജനുവരി മാസത്തെ വേതനമുണ്ട്, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ലെപ്രസിയുടെ സർവേ നടത്തി. ഇതൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ആശമാർ ഈ കൊടും വെയിലത്ത് വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് നടത്തിയത്. പക്ഷേ അതിൻ്റെ പൈസ പോലും കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇത് ഗവൺമെൻറ് ഈ രീതി ഗവൺമെൻറ് അവസാനിപ്പിക്കണം. പണിയെടുത്താൽ കൂലി കൊടുക്കണം, ആ കൂലി നിശ്ചിത സമയത്ത് കൊടുക്കണം. നിശ്ചിത സമയത്ത് കിട്ടാത്ത കൂലി കൊണ്ട് ഏറ്റവും അധികം വിഷമിക്കുന്ന ആളുകളാണ് സ്ത്രീ തൊഴിലാളികൾ. അതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട്. ആദ്യം കൂലി, അത് കഴിഞ്ഞ് ആഘോഷം. ഇതായിരിക്കണം സർക്കാരിൻ്റെ സമീപനം വേണ്ടുന്നത്. അവിടെ വലിയൊരു പാളിച്ചയുണ്ട്. ഇനിയെങ്കിലും ഈ PR വർക്കുകൾ അവസാനിപ്പിക്കണം. പിന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ആരോഗ്യമന്ത്രിയായിരുന്നു. അതെ, പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ സംഭവവാസങ്ങളെ തുടർന്ന് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. മുൻ ആരോഗ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ഇന്ന് രാവിലെ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ എന്തിനാണ് നടപ്പിലാക്കിയെന്ന് പോലും നമുക്കറിയില്ല. അതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ കൂലി നൽകാതെ ഈ ഒരു പരിപാടി നടത്താൻ കാണിച്ച നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മനസ്സ്, അതിനെ എങ്ങനെയാണ്? അത് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിന് സാധാരണക്കാരോട് ഒരു മാനുഷിക പരിഗണനയില്ല എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ പരിപാടി. കാരണം ഒരു മാസം പിന്നിട്ടിട്ടും ജോലി ചെയ്തിട്ട് 1 മാസം പിന്നിട്ടിട്ട് കൂലി കൊടുക്കാതിരിക്കുകയും മറുവശത്ത് ധൂർത്തടിക്കുന്നതിന് അവർക്ക് യാതൊരു മാനസിക വിഷമവുമില്ല. ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, അധ്യാപകരായ ഡോക്ടർമാർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സമരത്തിലാണ്.
അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സാധാരണക്കാരായ രോഗികൾക്ക് കിട്ടേണ്ടുന്ന സേവനങ്ങൾ കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആവശ്യത്തിന് സ്റ്റാഫില്ല, മരുന്നില്ല, ഉപകരണങ്ങളില്ല. ഇത് ചൂണ്ടിക്കാണി സമരം ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനല്ല, മറിച്ച് രോഗികൾക്ക് ചികിത്സ കിട്ടാത്ത രോഗികളെ ഇളക്കി വിട്ട് ഇവർക്കെതിരെ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തിനും ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനോ പരിഹരിക്കുക എന്ന് പറയുന്നൊരു നടപടിയിൽ ഒരു നയമില്ല. മറിച്ച് അതിനെ എങ്ങനെയെങ്കിലും വഷളാക്കി ആളുകളുടെ എതിർപ്പ് വിളിച്ചു വരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. പരിപാടിക്ക് പോയിരുന്നു, ഞങ്ങളവിടെ പോയിരുന്നു, ഞങ്ങൾ കണ്ടു. വളരെ കുറച്ച് ആളുകൾ, ഗതികേട് കൊണ്ട് വന്ന ആളുകൾ. അവിടെ മന്ത്രി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെൻറ് വലിയ ഓണറേറിയം തന്നില്ലേ എന്ന് മുൻ ആരോഗ്യമന്ത്രി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓണറേറിയം കിട്ടിയില്ല എന്ന് ആശമാർ നിലവിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 200 രൂപ ഫോൺ അലവൻസ് തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കാരണം 200 കൊണ്ട് ഫോൺ ചാർജ് ചെയ്ത് പറ്റില്ല. ഇപ്പോൾ എല്ലാ കമ്പനികളുടെ താരിഫ് നിലയെന്ന് പറഞ്ഞാൽ 380-400 രൂപയാണ് ഒരു മാസത്തേത്. അപ്പോൾ ഞങ്ങൾക്കത് പോരാ എന്ന് പറയണം. അപ്പം അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആശമാർ അവരുടെ ജീവിത പ്രയാസങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫെസ്റ്റ് എന്ന് പറയാനില്ല, ഇത് ആശമാരെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തി വിഷമിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. കാരണം വണ്ടിക്കൂലിക്ക് പോലും കാശില്ല, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കടം വാങ്ങി വന്ന് സർക്കാരിൻ്റെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കണം. അതിൻ്റെ പുറത്ത് കുറച്ച് ലക്ഷങ്ങൾ ചെലവഴിക്കാൻ, അഥവാ കോടികൾ ചെലവഴിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ പേര് ബിന്ദു സജികുമാർ. ഞാൻ വെമ്പായം FHCയിലെ ആശയാണ്. 18 വർഷം കഴിഞ്ഞു ആശാ വർക്കറായിട്ട് തുടങ്ങിയിട്ട്. ഈ ഗവൺമെൻറ് നമുക്ക് പറയുന്ന സമയത്ത് അതാത് മാസങ്ങളിൽ വേതനം തരുന്നില്ല. ഒന്നാമത് നമ്മൾ സമരമുഖത്തായിരുന്നപ്പോൾ ഒരു 15-ാം തീയതിക്കകത്തൊക്കെ 2-3 മാസം കഴിഞ്ഞപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 മാസത്തെ പെൻഡിങ് വരുന്ന സമയത്ത് നമ്മൾ NHM ഓഫീസിൽ, DPMൻ്റെ ഓഫീസിലൊക്കെ ചെല്ലുമ്പോഴാണ് 3 ദിവസം കഴിയുമ്പോൾ കിട്ടാറുണ്ട്. ഇതിപ്പം ഈ 1 മാസത്തെ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ വാടകയ്ക്കാണ്, 25 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. അതെ, തീർച്ചയായിട്ടും ഈ ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പ്രഹസനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ട് മാത്രം മതിയായിരുന്നു ആശമാരുടെ വേതനം തരുന്നതിന്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ മൊത്തം, ഞാൻ വെമ്പായമാണെന്ന് പറഞ്ഞു, നെടുമങ്ങാട് കേന്ദ്രമാക്കി ഒരുപാട് ഘോഷയാത്രകളും ആഘോഷങ്ങളും ഒക്കെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി ചെലവഴിച്ചതിൻ്റെ 4/1 മതിയായിരുന്നിരിക്കാം നമ്മുടെ ആശമാർക്ക് ഈ പൈസ തരാൻ. ഇതിനു മുൻപ് സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഭക്തജനങ്ങളൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല. കസേരകളെല്ലാം തന്നെ ഒഴിഞ്ഞുകിടന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ ആശാ സംഗമം നടത്തിയപ്പോൾ കസേരകളെല്ലാം തന്നെ ഒഴിഞ്ഞ് കിടന്ന സാഹചര്യം. ആശാ വർക്കർമാർ തന്നെ പങ്കെടുത്തോ എന്നുള്ള സംശയവും ഉയർന്നു വരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ഇടത് സംഘടനയിൽപ്പെട്ട ആശമാർ ആണ് ഇതിൽ പങ്കെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. മറ്റ് അതായത് അംഗനവാടിയിലുള്ള ജീവനക്കാർ ഉൾപ്പെടെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തു. അങ്ങനെയാണ് ഈ ഒരു പരിപാടിയുടെ മോടി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഈ പ്രധാനമായി എടുത്തു പറയേണ്ടത് ശമ്പളം കൊടുക്കാതെയാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഈ പരിപാടി നടത്താനുള്ള എന്ത് ചേതോ വികാരമാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ നമ്മുടെ ഈ ഷൂ പോളിഷ് ചെയ്യുന്നത് പോലെ എത്ര മിനുക്കിയിട്ടും കാര്യമില്ല. അത്തരത്തിൽ മോശമായ അവസ്ഥയിലാണ് ആരോഗ്യ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വലിയ PR വർക്ക് നടത്തിക്കൊണ്ട് ആശമാർക്ക് ശമ്പളം നൽകാതെ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ സർക്കാർ ഒരുങ്ങിയത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.